നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തെമ്പാടും കോൺഗ്രസിന് BJP കൂടാരത്തിലെത്തിച്ച ശേഷം ആളുകളെ പറ്റിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ചാലക്കുടി മരുത്താമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മാധ്യമപ്രവർത്തകന് നേരെ നടന്ന കയ്യേറ്റത്തിൽ പ്രതിഷേധം. രാജ്യത്തെ ദേശീയപാതകളിൽ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തെമ്പാടും കോൺഗ്രസിനെ BJP കൂടാരത്തിൽ എത്തിച്ച ശേഷം ആളുകളെ പറ്റിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഇടതുമുന്നണി കോടശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് നായരങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഉയർത്തുന്ന നയങ്ങൾക്കെതിരായി UDFന് എന്തെങ്കിലുമുണ്ടോ? കേരളത്തിൽ ഒരുപാട് വാഗ്ദാനം നൽകുന്നു രാഹുൽ ഗാന്ധി. സ്ത്രീകൾക്ക് മാത്രമായി ഇന്ദിരാ ഗ്യാരണ്ടി പറയുന്നു. എന്താ രാജീവിന്റെ പേര് പറയാത്തത്? ഒന്നും നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ല, നുണകൾ അഴിച്ചുവിട്ട് മലയാളികളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. കേരളം ഇതിന് തക്ക മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി കൺവീനർ CK സഹജൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, അഡ്വക്കേറ്റ് PI മാത്യു, CK ശശി, EA ജയതിലകൻ, TR ബാബു, VA കരീം, ടോമി കളമ്പനാടൻ, ശകുന്തള വത്സൻ, KK ഭരതൻ എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റാലിയും നടന്നു. ചാലക്കുടി മരുത്താമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിന്റെ ഒരു വശത്തെ ഓടുകളും കൽവിളക്കും ക്ഷേത്രത്തിന് സമീപത്തെ ഷെഡും ആന തകർത്തു. വയലൂർ പരമേശ്വരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. ആർക്കും പരിക്കില്ല. മാധ്യമപ്രവർത്തകന് നേരെ നടന്ന കയ്യേറ്റത്തിൽ പ്രതിഷേധം. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച ആന ഇടഞ്ഞത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രസ് ക്ലബ്ബ് അംഗവും ഫേസ് മീഡിയ റിപ്പോർട്ടറുമായ ജെക്സിനെയാണ് കയ്യേറ്റം ചെയ്തത്. ആന തൊഴിലാളികളുടെ പ്രവർത്തകരായ 20ഓളം പേരാണ് മാധ്യമപ്രവർത്തകന് നേരെ അക്രമം അഴിച്ചുവിട്ടത്. ഇദ്ദേഹത്തിന്റെ സ്കൂട്ടർ തടഞ്ഞുവെക്കുകയും ബലമായി താക്കോൽ എടുക്കുകയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തതായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പ്രസ് ക്ലബ്ബ് ഇത് സംബന്ധിച്ച് ചാലക്കുടി DYSP, DGP, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ ചേർന്ന പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു, ട്രഷറർ KV ജയൻ, നഗരസഭാംഗം VJ ജോജി, വൈസ് പ്രസിഡന്റ് AB അനീഷ്, CK പോൾ, KJ ലിജോ, ജോഷി പടയാട്ടിൽ, ശങ്കർദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ആനപ്രേമി സംഘമായിട്ട് നമ്മുടെ ഫേസിന്റെ വക്താവ് ജെക്സുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ്. ആദ്യമായിട്ട് ജെക്സ് ആ സംഭവം വിവരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ വന്നിട്ട് ആ സംഭവം എന്നുള്ളതൊന്ന് വിവരിക്കണം. ഏതാനാണ് പ്രകോപനമായിട്ടുള്ള ഇതുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റമ്പലങ്ങളിലേക്കൊക്കെ ഈ ആനന എടുക്കാത്ത അവസ്ഥ വരും. അപ്പൊ അതിന്റെയും കൂടി ഭാഗമായിട്ടായിരിക്കണം
ഇവരിന്ന് ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറയാൻ കാരണം ആനയുടെ ഏക്കം കുറയുന്നുള്ളതിനാണ് വിഷയം. അപ്പൊ ഈ മതപ്പാടുള്ള ആനേനാണ് അവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ ചെയ്തിട്ടുള്ള വ്യതിക്രമം മാധ്യമ പ്രവർത്തനത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ആനകൾ ഇടയുകയും അതൊക്കെ വാർത്തകൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഇന്നൊരു പത്രപ്രവർത്തകനെ തടഞ്ഞാലും ധാരാളം പത്രങ്ങളും ചാനലുകളും ഇന്ന് വാർത്തകൾ കൊടുക്കും. ഞാൻ ചെന്ന അവസരത്തിൽ തന്നെ ഞാൻ ഈ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്ന ആളാണ്. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള ആളുകള് എന്നോടും സംസാരിച്ചു, ഇത് വാർത്ത കൊടുക്കരുത്, വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരാള് ഇത് എടുക്കാതിരുന്നുകൊണ്ട് എന്ത് കാര്യം? ഇന്ന് എത്രയോ ചാനലുകളും എത്രയോ പത്രങ്ങളും ഇന്നുണ്ട്. ഒരാളെ തടഞ്ഞുകൊണ്ടൊന്നും ആവില്ല, മനസ്സിലായ? അപ്പൊ നിങ്ങള് തടയലിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കയറ് കിട്ടിയ ഒരു ഇങ്ങനെ അപകട ഏരിയ എന്നൊക്കെ പറഞ്ഞ അവിടെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേറെ സൈഡിൽ കൂടെ പോയി അതിന് മറികടന്നൊന്നുമില്ല, അങ്ങനെ പോയി. അപ്പോ അത് എടുത്തിരിക്കുന്ന സമയത്ത് ഒരാളൊന്ന് ഭീഷണിപ്പെടുത്തി ഇത് എടുക്കാൻ പാടില്ല. അപ്പോ കാരണം അന്വേഷിച്ചപ്പോ അതിനു മുമ്പ് എവിടെയോ ഒരു ആനനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു. അതിന്റെ പ്രതികാരം തീർക്കൽ പോലെ ആയിന്നാണ് ജക്സ് പറയുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ആക്ഷേപകരമായ സംസാരമൊക്കെ ഉണ്ടായി. തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ താക്കോല് വേറെ ടീം ഒന്ന് ഊരിക്കൊണ്ടായി, അവിടെ തർക്കായി. അത് കഴിഞ്ഞ് വർഷം ചമ്പകരനെ ചെന്ന് ജക്സ് കണ്ടു. അപ്പോ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയോട് പോണ സമയത്ത് പുള്ളിയോട് ചോദിച്ചെന്ന് പറയണേ. രാജ്യത്തെ ദേശീയപാതകളിൽ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ. ഏപ്രിൽ 10 മുതൽ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ നേരിട്ട് പണം സ്വീകരിക്കില്ല. ടോൾ പിരിവിനായി ഫാസ്ടാഗ് തന്നെ പ്രധാന മാർഗമായി തുടരും. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് UPI വഴി പണമടയ്ക്കാം. ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കാനും ഗതാഗതം സുഗമമാക്കാനുമാണ് ഈ നീക്കം. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് UPI ഉപയോഗിക്കാമെങ്കിലും സാധാരണ ടോൾ നിരക്കിനേക്കാൾ 25% അധികം തുക നൽകേണ്ടി വരും. ഫാസ്ടാഗ്, UPI എന്നിവ ഉപയോഗിച്ച് ടോൾ നൽകാൻ മടിക്കുന്ന വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കാൻ അധികൃതർക്ക് അധികാരമുണ്ട്. കൂടാതെ ഈ നോട്ടീസ് ലഭിച്ച 3 ദിവസത്തിനുള്ളിൽ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ പിഴ തുക ഇരട്ടിയാകുമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. സർക്കാർ ID കാർഡുകൾ കാണിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ ടോൾ ഇളവ് നേടുന്ന രീതി ഇനി മുതൽ ഉണ്ടാകില്ല. ഔദ്യോഗികമായി ഇളവുകൾക്ക് അർഹതയുള്ള വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഒഴിവാക്കിയ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ടോൾ ഇല്ലാതെ കടത്തിവിടുകയുള്ളൂ. വാർഷിക ടോൾ പാസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് 3075 രൂപയാണ് പുതിയ നിരക്ക്. 1 വർഷത്തെ കാലാവധി അല്ലെങ്കിൽ 200 യാത്രകൾ ഏതാണോ ആദ്യം വരുന്നത് വരെ ഈ പാസ് ഉപയോഗിക്കാം. സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ ലാഭകരമാണ്. ചാലക്കുടി നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന് BDJS നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാലക്കുടി SN ഹാളിൽ നടന്ന കൺവെൻഷൻ BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. 2020 ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ്, BJP കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് അനീഷ് ചന്താമര, BJP ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ്, അനിൽ തോട്ടവീതി, ചാലക്കുടി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശിവകന്യ രവി, ലതാ ബാലൻ, PC മനോജ്, CG അനിൽകുമാർ, VN സുരേന്ദ്രൻ, CS സത്യൻ, AS സിൽജൻ, PG സുന്ദർലാൽ, സുനിൽ ചിറങ്ങര, സുഭാഷ് പരിയാരം എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. രാവിലെ 1320 രൂപ കുറഞ്ഞ് 1,10,000 താഴെയെത്തിയ സ്വർണ്ണവില ഉച്ചയോടെ തിരിച്ചു കയറി. 1,09,360 രൂപയായിരുന്ന സ്വർണ്ണവില 1,10,480 രൂപയായാണ് ഉയർന്നത്. 1,120 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിനും ആനുപാതികമായി വില ഉയർന്നു. 140 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,810 രൂപയായി. പശ്ചിമേഷ്യൻ സംഘർഷം അയയാൻ സാധ്യത തെളിയിച്ച് 45 ദിവസത്തെ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ സംബന്ധിച്ച്
ഇറാനും അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും ചർച്ചകളിൽ ഏർപ്പെട്ടു വരികയാണെന്ന റിപ്പോർട്ടുകളാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ കാരണം. ഇതിനെ തുടർന്ന് ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വിലയും താഴ്ന്നിരുന്നു. ബാരലിന് $108 എണ്ണവില താഴ്ന്നത്. ഇതാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. അങ്കമാലി ടി.ബി. ജംഗ്ഷന് സമീപം നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ല. അങ്കമാലി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ ആളൂർ പൊന്മനിശ്ശേരി വീട്ടിൽ 39 വയസ്സുള്ള ജിൻഡോ, പുത്തൻചിറാം പുളിയിലക്കുന്ന് കാക്കനാടൻ വീട്ടിൽ 40 വയസ്സുള്ള സനീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് പ്രതികളെ 6 മാസക്കാലത്തേക്ക് ജയിലിലാക്കുന്നതിനുള്ള കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജിൻഡോ ആളൂർ, മാള, കൊടകര, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും നിരോധിത ചാരായം കൈവശം വെച്ച കേസിലും ആയുധ നിയമപ്രകാരമുള്ള 1 കേസിലും കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ 1 കേസിലുമടക്കം 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സനീഷ് മാള, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമ കേസിലും 3 അടിപിടി കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KV ഹരിക്കുട്ടൻ, ഗ്രേഡ് SI പ്രസന്നകുമാർ, ഗ്രേഡ് SCPമാരായ ജിബിൻ, രാകേഷ് എന്നിവർ ചേർന്നാണ് ജിൻഡോയെ പിടികൂടിയത്. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജാസുദ്ദീൻ M, ഗ്രേഡ് SI KR സുധാകരൻ, ഗ്രേഡ് SCPO അനീഷ് എന്നിവർ ചേർന്നാണ് സനീഷിനെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെമ്പാടും കോൺഗ്രസിന് BJP കൂടാരത്തിലെത്തിച്ച ശേഷം ആളുകളെ പറ്റിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ചാലക്കുടി മരുത്താമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. മാധ്യമപ്രവർത്തകന് നേരെ നടന്ന കയ്യേറ്റത്തിൽ പ്രതിഷേധം. രാജ്യത്തെ ദേശീയപാതകളിൽ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.